നമസ്കാരം. ഗർഭസ്ഥനാമൊരു കമ്മിയാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അന്തം കമ്മി എന്ന വാക്കിൻ്റെ ചുരുക്കെഴുത്തായി AK ഇൻഷലായി സ്വീകരിച്ച ഒരു സഖാവാണ് ബാലൻ. AKG സെൻ്ററിൻ്റെ അഭിമാനമാകും മ്യൂസിയം ബാല, നിങ്ങൾക്കഭിവാദ്യം. ഗർഭമുണ്ടാകുന്നതിന് മുമ്പേ കോൺഗ്രസ് ജാതകം നോക്കുന്നു എന്നാണ് AK ബാലൻ പറയുന്നത്. ബാലൻ AK എന്ന് രക്ഷിതാക്കൾ ഇൻഷലിട്ടത് തന്നെ ഒരു ദീർഘവീക്ഷണമായിരുന്നു. ഗർഭമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ തീവ്രത അളക്കാൻ ഇറങ്ങുന്ന AK ബാലനാണ് ഇത് പറയുന്നത്. തീവ്രത, ഗർഭം, പ്രസവം എന്നിവയൊക്കെ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ബാലൻ അറിയാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാലൻ വായ തുറന്ന കാലത്തെല്ലാം CPM കൂഞ്ഞു വലിച്ച അനുഭവമുണ്ട്. അതുകൊണ്ട് തൽക്കാലം വായടയ്ക്കണമെന്ന് സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. AKG സെൻ്ററിന് തിണ്ണയ്ക്ക് കാണും മിക്ക സമയത്തും ബാലൻ. പാർട്ടിയെ താത്വികമായ അവലോകനത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ബാലൻ്റെ കർത്തവ്യം. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ CPM-ലാണ് ഇപ്പോൾ കടുത്ത ആശങ്ക. ആരായാലും സതീശനാകരുത് എന്നേ ഉള്ളൂ അന്തങ്ങൾക്ക്. LDF-ൽ ആവക തർക്കങ്ങളോ അവകാശവാദങ്ങളോ ഒന്നും തന്നെയില്ല. പിണറായി വിജയൻ പത്രിക സമർപ്പിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയായിട്ടാണ്. മുമ്പിലിരിക്കുന്ന ഗോവിന്ദനും ബേബിയും പിന്നീടാണ് അറിയുക പിണറായിയാണ് മുഖ്യമന്ത്രിയെന്ന്. സിംഹവാലൻ കുരങ്ങിൻ്റെ ജന്മമാണ് പിണറായി. ഇനി ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്ന ഏക ഛത്രാധിപതിയാണ് അദ്ദേഹം. സ്റ്റാലിൻ, ഹിറ്റ്ലർ എന്നിവരുടെ മിനിയേച്ചർ രൂപമായി പിണറായി വിജയനെ പാർട്ടി പൊന്നുപോലെയാണ് കരുതിക്കൊണ്ട് നടക്കുന്നത്. ബാലൻ ഇപ്പോഴും വിശ്വസിക്കുന്ന പിണറായി മൂന്നാമതും മുഖ്യമന്ത്രിയാകുമെന്നാണ്. ജനാധിപത്യം കഴിഞ്ഞ ഏപ്രിൽ 9 ഗർഭം ധരിക്കുകയും കൃത്യം 26-ാം നാൾ, അതായത് മേടത്തിലെ അനിഴം നാളിൽ പെറുമെന്നും ബാലൻ അറിയില്ല. പിറക്കാൻ പോകുന്ന ആ കുട്ടിക്ക് കോൺഗ്രസിൻ്റെ മൂക്കും മുഖവും ലീഗിൻ്റെ കവിളുമായിരിക്കും. പക്ഷേ LDF ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞ് പുരാണത്തിലെ അഷ്ടാവക്രനെ പോലെ ശരീരത്തിൽ 8 ഒടിവുകളും വളവുകളും ഉള്ളവനായിട്ടായിരിക്കും ജനിക്കുക, അല്ലെങ്കിൽ ചാപിള്ളയാകും. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ അഷ്ടാവക്രൻ പിതാവ് ഉരുവിട്ട മന്ത്രങ്ങൾ തെറ്റുതിരുത്തി കൊടുത്തു. അതോടെ കോപിഷ്ഠനായ കഹോളൻ കുഞ്ഞിനെ ശപിച്ചു കളഞ്ഞു. അങ്ങനെയാണ് അവന് 8 വളവുകൾ ഉണ്ടായത്. ഈ ശാപമാണ് ജനങ്ങൾ LDF ധരിച്ചിരിക്കുന്ന ഗർഭത്തിൻ്റെ മേലെ നൽകിയിരിക്കുന്നത്. ഒന്നുകിൽ ചാപിള്ള, അല്ലെങ്കിൽ 8 ഒടിവുകളുള്ള അഷ്ടാവക്രൻ. നമ്മുടെ ഈ അന്തംകമ്മി നേതാക്കന്മാർ മുതൽ താഴോട്ടുള്ള SFI കൂത്താടികൾ വരെ ഗർഭമെന്നും തീവ്രതയെന്നും അവിഹിതമെന്നും കേട്ട് രോമാഞ്ചം കൊള്ളുന്നവരാണ്. അവർക്കത് പറഞ്ഞു നടക്കാനും വലിയ സുഖമാണ്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് കരുതി വെച്ച ഗർഭങ്ങളെല്ലാം മാസം തിരിയാതെ അലസിപ്പോയതുകൊണ്ട് നിരായുധരായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിട്ടത്. പുതിയ അതിജീവിതകളാരും ഗർഭം താങ്ങി ഇറങ്ങാത്തതിനാൽ പിണറായിക്ക് കപ്പ് കടിക്കാനും കിട്ടിയില്ല. ഇനി ബാലന് കോൺഗ്രസ് ധരിച്ചിരിക്കുന്ന ഗർഭം അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല എങ്കിൽ ഏതെങ്കിലും ശാപം കിട്ടിയ കമ്മി ബാണം അങ്ങോട്ട് വഴി തിരിച്ചു വിടുക. ഉത്തരയുടെ ഗർഭം കലക്കിയ കഥ അറിയില്ലേ? അങ്ങനെ അലസിപ്പോട്ടെ അത്. എന്തായാലും ആ സന്തതി 4-ന് പുറത്തു വരുന്നതോടെ ബാലനൊക്കെ എങ്ങനെ കിടന്നുറങ്ങും? പിണറായി വിജയൻ ഞെട്ടിയുണരാത്ത രാത്രികൾ ഉണ്ടാകില്ല. ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ തട്ടുമെന്ന അശരീരി കേട്ട് കംസൻ ഞെട്ടിയതുപോലെ പിണറായി വിജയൻ ഞെട്ടി ഉണരുകയാണ്. ഉറങ്ങാൻ കഴിയാതെ പോയി കുളക്കരയിൽ നിൽക്കും. അപ്പോൾ മുകളിൽ ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായി. അതിൽ നിന്നും കൊള്ളിമീനുകൾ പുറപ്പെടും. നിനക്കിറങ്ങാൻ സമയമായി എന്ന് ആരോ പറയും പോലെ. അപ്പോൾ ഉത്തരദിക്കിൽ നിന്നും കാലൻ കോഴികൾ നീട്ടിക്കൂവുകയായി. അതേസമയം തൻ്റെ വാടക വീട്ടിലെ കട്ടിലിൽ മലർന്നു കിടക്കുന്ന ബാലന് സ്വപ്ന ദർശനമുണ്ടാകും. കോൺഗ്രസിൻ്റെ ആ ദിവ്യഗർഭത്തിൽ പിറക്കുന്ന കുഞ്ഞു ചില സൂചനകൾ നൽകും. അവൻ എട്ടുകാലിയായും നീരാളിയായും രൂപം മാറും. അരിവാള് നിവർന്ന് വാര്യമൂർഖനായി ബാലനെ ആഞ്ഞുകൊത്തും പോലെ തോന്നും. താൻ വിരമിച്ച സഖാവാണെന്നും തന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ലെന്നും തന്നെ ആർക്കും വേണ്ടെന്നും തോന്നുമ്പോഴൊക്കെ ബാലൻ എരണം കെട്ട ചില പ്രസ്താവനകളുമായി പുറത്തു വരും. ബാലനും ശ്രീമതിയും അടങ്ങുന്ന പാർട്ടി കമ്മീഷൻ ഗർഭമില്ലെന്ന് പരിശോധിച്ച് പ്രസവ നിരോധനം ഏർപ്പെടുത്തിയതുകൊണ്ട് ഏതെങ്കിലും ഗർഭിണി പാർട്ടിയിൽ പ്രസവിക്കാതിരുന്നിട്ടുണ്ടോ? അല്ല ബാല, നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവ് വേണ്ടേ? കണ്ടവൻ്റെ ഗർഭവും ജാതകവും തിരഞ്ഞു നടക്കാതെ എഴുന്നേറ്റ് നടക്കാൻ കഴകത്തുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ നോക്കുക. കാര്യപ്രാപ്തിയും വിവരവും വകതിരിവും ചിന്താശേഷിയുമുള്ള ഒറ്റ ഒരുത്തനെങ്കിലും നിങ്ങളുടെ പാർട്ടിയിലുണ്ടോ? പിണറായി വിജയനെങ്ങാനും പ്രതിപക്ഷ നേതാവായാൽ പിന്നെയും സർക്കാരിന് ഭാരിച്ച പാഴ്ചെലവായിരിക്കും. പരവതാനിയിലൂടെ നടന്നല്ലാതെ ഏതെങ്കിലും സമരമുഖത്ത് പ്രതിപക്ഷ നേതാവായ പിണറായി പോകുമോ?
കാത്തുകിടക്കാൻ ഹെലികോപ്റ്ററും അകമ്പടിക്ക് 56 വണ്ടിയും നടപ്പുള്ള കാര്യമാണോ ബാല? കാർന്നോരെ പിടിച്ച് കയറ്റുകട്ടിലിൽ കിടത്തി വീശിക്കൊടുക്കേണ്ട കാലത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പണി ചെയ്യിപ്പിക്കുന്നത് കഷ്ടമാണ്. മുഖ്യമന്ത്രിയായി ഞെളിഞ്ഞ് പൂവമ്പഴം പോലെ അനങ്ങാതെ നടന്നാൽ പോരാ പ്രതിപക്ഷ നേതാവാകുമ്പോൾ. 80-ാം വയസ്സിൽ VS മതികെട്ടാനിലും മൂന്നാറിലുമൊക്കെ പോയി മല കയറിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കർത്തവ്യങ്ങൾ ചെയ്തത്. പിണറായിക്ക് ഒറ്റ റൂട്ടേ അറിയൂ, അമേരിക്ക. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ പൊങ്ങാത്ത പ്രതിസന്ധികളും നേതൃദാരിദ്ര്യവുമുള്ള സമയത്താണ് ബാലൻ ഗർഭഫലിതങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. വർഗത്തും വകതിരിവുമുള്ള ഒറ്റ എണ്ണം ഈ വരട്ടുചൊറി പിടിച്ച വിപ്ലവ പാർട്ടിയിൽ ഇല്ലാതെ പോയല്ലോ. എന്തായാലും ബാലൻ കുട്ടിക്കൂറ പൗഡറും ബേബി സോപ്പും കുറെ കുഞ്ഞുടുപ്പും കരുതി വയ്ക്കുക. AKG സെൻറ്ററിൽ പിറന്നു വീഴാൻ പോകുന്ന ചാവിള്ളയ്ക്ക് അതൊന്നും വേണ്ടി വരില്ല. കുറച്ച് കരിമഷയും കരിവളയും കൂടി വാങ്ങിവെച്ചോ. കോൺഗ്രസിന് പിറക്കുന്ന കൊച്ചിന് കൊടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ ശോകമൂഖമാണ് CPMൻ്റെ ക്യാമ്പുകൾ. കണക്ക് കൂട്ടിക്കൂട്ടി ഒരു പരുവമായി. ശിഷ്ടം 1ഉം 2ഉം തവണ കൂട്ടിയാണ് ഭൂരിപക്ഷം ഒപ്പിക്കുന്നത്. മെയ് 4 വരെ അടിമകൾക്ക് ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കാൻ താത്വികന്മാർ ഓരോന്ന് പറഞ്ഞ് ആത്മവിശ്വാസം പകരുകയാണ്. എന്തൊക്കെയായാലും വയറ്റാട്ടി ബാലൻ്റെ സേവനം കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുമെന്ന് തോന്നുന്നില്ല.